സർവകാല റെക്കോർഡിട്ട കൊക്കോ വില ആറിലൊന്നായി കുറഞ്ഞത് കർഷകർക്ക് തിരിച്ചടിയായി. ഏതാനും മാസം മുൻപ് കിലോയ്ക്ക് 1200 രൂപ ഉണ്ടായിരുന്ന കൊക്കോ പരിപ്പിന് നിലവിൽ 200 രൂപയിൽ താഴെയാണ് വില. വിലത്തകർച്ച കാരണം കർഷകർ കൃഷി ഉപേക്ഷിക്കുകയാണ്. അടുത്തിടെയുണ്ടായ കീടബാധയും അണ്ണാൻ, മരപ്പട്ടി, എലി എന്നിവയുടെ ശല്യവും വിലത്തകർച്ചയും മൂലം പല കർഷകരും കൊക്കോ കൃഷി ഉപേക്ഷിച്ചിരുന്നു. ഇതോടെ ഉൽപാദനം കുത്തനെ കുറയുകയും വില കുതിച്ചുകയറുകയുമായിരുന്നു. മെയ് മാസം അവസാനം കൂടുതൽ ചരക്ക് വിൽപ്പനയ്ക്കിറങ്ങാനിടയുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സന്ദർഭത്തിൽ കൊക്കോ പരിപ്പിന് വൻ ഡിമാൻഡായിരുന്നു. എന്നാൽ കുത്തനെയുള്ള വിലയിടിവിന് പിന്നിൽ ചോക്ലേറ്റ് കമ്പനികളുടെയും ചെറുകിട വ്യാപാരികളുടെയും ഇടനില ലോബിയുടെയും ഇടപെടലാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. മെയ് മുതൽ സെപ്റ്റംബർ വരെയാണ് കമ്പോളങ്ങളിൽ കൂടുതലായി കൊക്കോ എത്തുന്നത്. വ്യാപാരികളിൽ നിന്ന് പാൽ ഉൽപ്പന്നങ്ങളും ചോക്ലേറ്റും നിർമ്മിക്കുന്ന സഹകരണ സംഘങ്ങളുടെയും സ്വകാര്യ കമ്പനികളുടെയും ഏജൻസികൾ കൊക്കോ ശേഖരിച്ച് ഗുജറാത്ത്, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലെ ഫാക്ടറികളിലേക്കാണ് കയറ്റി അയക്കുന്നത്. കൊക്കോ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ ഉൽപാദനം കുറഞ്ഞതും കൊക്കോ പരിപ്പിന് മറ്റ് കൃത്രിമ ബദലുകൾ നിർമ്മിക്കാനാവാത്തതുമാണ് കൊക്കോയ്ക്ക് വിലക്കയറ്റം അനുഭവപ്പെടാനിടയാക്കിയത്. എന്നാൽ വിലക്കയറ്റം ഉയരുമെന്ന് കരുതി കായ ഉണക്കി സംഭരിച്ചുവെച്ച കർഷകർക്കും മുന്തിയ വിലയ്ക്ക് വാങ്ങിവെച്ച വ്യാപാരികൾക്കും വില കുത്തനെ ഇടിഞ്ഞത് വലിയ തിരിച്ചടിയാണുണ്ടാക്കിയത്. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.